ഒട്ടും പ്രതീക്ഷയല്ലല്ലോ നമ്മളിപ്പോൾ ഈ മാസം ഇങ്ങനെ ഇവർ രണ്ടും കൂടി ഇങ്ങനെ ആണെങ്കിൽ ഇവരുടെ ഫസ്റ്റ് മീറ്റാണ്. ഞാനിവിടെ ലാസ്റ്റ് ഇവരുടെ കല്യാണത്തിനാണ്. നമ്മുടെ കല്യാണത്തിൻ്റെ പോലും മതി. ഇതാണ് എൻ്റെ കസിൻ ഗൗരി. അപ്പോൾ ഞാൻ കൂരിമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗൗരിയും ഹസ്ബൻഡും കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ കൂട്ടി പോയതാണ് ലണ്ടനിൽ. ഞാൻ നേരത്തെ ഒരു ഇൻട്രോ എടുത്തായിരുന്നത് കേൾക്കാവുന്ന പോലെ എനിക്ക് അറിഞ്ഞോളാം. ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മക്കടിയിൽ വന്ന് നിൽക്കാം. മക്കട നമ്മളമ്മ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇത് സാമ്യമില്ല. നീ അപ്പോൾ നമ്മൾ സാമ്യമുണ്ടോ? നിന്നെ മറ്റേ ഇതിന്ന് മേടിച്ചല്ലേ? എന്തോ കൊടുത്തായിരുന്നു? അവലോ? തവിടോ? തവിട് തവിട്. ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയാണ്. ഗൗരി ഇങ്ങനെ പറയായിരുന്നു, ഞാൻ നിന്നെ എന്തായാലും യു കെ വന്ന് കാണുന്നതായിരിക്കും. ഇവളൊത്തിരി ട്രൈ ചെയ്ത് വരാനായിട്ട്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇവളിങ്ങനെ എൻ്റെ അടുത്ത് പറയായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തു ഓക്കെ ചുമ്മാ പറയാമല്ലോ, ഡയലോഗ് അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവൾ പറഞ്ഞായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ഇത്തവണ ഓണം ഇവരുടെ കൂടെ ആയിരിക്കും എന്ന് ഞാൻ എൻ്റെ വൈൽഡസ്റ്റ് ഡ്രീംസിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും പെട്ടെന്നൊരു പ്ലാനൊക്കെ ചെയ്ത് നമ്മൾ വന്നു. അതുകൊണ്ട് നമുക്ക് ലീവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ആകെ കിട്ടിയത് ഓണത്തിൻ്റെ തലേ ദിവസമായിട്ടുള്ള ശനിയാഴ്ചയാണ്. അപ്പോൾ അന്ന് നമ്മൾ ലണ്ടനിലേക്ക് പോകും. കാരണം യു കെ വന്നിട്ട് ലണ്ടൻ കാണാൻ തിരിച്ചു പോയാൽ ശരിയാക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ബക്കിംഗ്ഹാം പാലസിലേക്കാണ്. അങ്ങോട്ട് പോയ വഴിക്ക് മനസ്സിലായത് നല്ല വെതറായിരുന്നുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുക. പിന്നെ അതൊരു വീക്കെൻഡും കൂടെ ആയിരുന്നു. അപ്പോൾ അതാ നമ്മൾ മാത്രമല്ല, ഫുൾ ക്രൗഡഡ് ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി നമ്മൾ കണ്ടു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാലസ് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബക്കിംഗ്ഹാം പാലസ് നമ്മുടെ യു കെയുടെ റോയൽ റെസിഡൻസ് ആണ്, ലണ്ടനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മുടെ അല്ല, മൊണാർക്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലെ സിറ്റി ഓഫ് വെസ്റ്റ്മിൻസ്റ്ററിലാണ്. ആൻഡ് ഇത് എന്നെ ഏറ്റവും അമ്പരിപ്പിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവർ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുക, അതിന് മാത്രം ഉണ്ട് ഗൈസ്. ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1829 അപ്പോൾ അത്രയും പഴയ ഒരു അന്തകാലത്ത് ഇന്ത ആർക്കിടെക്ചറൊക്കെ ചെയ്ത് ഇവന്മാർ ചുമ്മാ സംഭവങ്ങൾ തന്നെ. അപ്പോൾ ഈ ഗാർഡ്സിൻ്റെ മാച്ച് പോലെ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ നിന്ന് ആൾക്കാരെയൊക്കെ ഒഴിച്ചു വിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രം. അതുകൊണ്ട് നമ്മൾ ആൾക്കാരെയൊക്കെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് നിങ്ങൾ ഈ ആർക്കിടെക്ചറൊക്കെ ഒന്ന് നോക്ക്. അത് അന്തകാലത്തിൽ ഇവർ എനിക്ക് അല്ലേ തന്നെ ഈ ആർക്കിടെക്ചറിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ് ഞാൻ. ഇങ്ങനെ നിന്ന് ആസ്വദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിവിടെ എത്ര വന്നാലും എനിക്ക് ഒരിക്കലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഞങ്ങളുടെ ഫോട്ടോ എടുപ്പ് പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആൻഡ് അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഇങ്ങനൊരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടെ ഭയങ്കര ഭംഗിയാണ്. ഞാനത് നിങ്ങൾക്ക് സൂൺ കാണിച്ചു തരാം. ഇതാണ് എന്താ അല്ലേ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടില്ലേ. അങ്ങനെ പാലസ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് പാലസിനോട് ചേർന്ന് കിടക്കുന്ന റോയൽ പാർക്കിലാണ്, അതായത് സെൻറ്റ് ജെയിംസ് പാർക്കിൽ. ഇതെന്ന് പറയുന്ന ഒരു വലിയ പാർക്കാണ്, ഒരു 23 ഹെക്ടർ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അർബൻ പാർക്കാണ്. ആൻഡ് ഏറ്റവും
ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു റോയൽ പാർക്കാണ്. ഇവിടെ ആയിരുന്നു റോയൽ വെഡ്ഡിങ്സും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അവിടെയൊക്കെ കൂടെ നടക്കുന്നത് അതൊരു ഒരു ഒരു ഫീലാണല്ലോ അല്ലേ. അങ്ങനെ എനിക്കിവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ ലണ്ടൻ്റെ തിരക്കും സിറ്റിയിലെ ഹറിബറിയും റഷും എല്ലാം വിട്ടിട്ട് ഭയങ്കര സെറീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞി പാർക്കല്ല, ഞാൻ പറഞ്ഞ പോലെ കുറേ ഹെക്ടേഴ്സ് ഓഫ് ഏരിയാസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഭയങ്കര നേച്ചറിനോട് ഭയങ്കര ചേർന്ന് നിൽക്കുന്നത്. നമുക്ക് തോന്നും ഇത് ലണ്ടൻ തന്നെ ആണോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. ഇത് ഞാനൊരു വീഡിയോ എടുത്താണ്. അതായത് ഇവിടെ അണ്ണാൻ, പ്രാവ് ഒന്നിനും ഒരു പേടിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാരിങ്ങനെ വിളിച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പറ്റിക്കത്തൊന്നുമില്ല. ഇവിടെ അണ്ണാന് മനുഷ്യരെ പേടിയൊന്നുമില്ല. കാരണം അവർ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, നമ്മളെപ്പോലെ പറ്റിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കാഴ്ചയും കൂടെ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം അവിടെ എന്തോ ആദ്യം ഞങ്ങൾ ഓർത്ത് നോക്കി ഇങ്ങനെ റാൻഡം ആൾക്കാർ പെയിൻ്റ് അടിക്കുകയാണ്. പക്ഷേ ദർ സീംസ് ടു ബി എ കോമ്പറ്റീഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. കാരണം നമ്മൾ പോയ വഴിക്ക് എല്ലാം ഇതുപോലെ ഓരോ സ്ഥലത്ത് ലൈക്ക് ഓരോ വ്യൂവിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആൾക്കാർ പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുക. അവർ എത്ര എഫേർട്ടൊക്കെ എടുത്ത് ഭയങ്കര ടാലൻറ്റഡ് ആൾക്കാരെന്ന് വെച്ചാൽ അവരിങ്ങനെ നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാകത്ത പോലെ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അവരാദ്യം അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ അവരിങ്ങനെ വരയ്ക്കും. ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര അടിപൊളി. ഇതൊക്കെ ഭയങ്കര മറ്റേ ഇൻബോൺ ടാലൻ്റ് എന്നൊക്കെ പറയും. ആൻഡ് കുറേ ഡക്കും സ്വാനും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ആ ദൂരത്ത് കാണുന്ന സ്പോട്ട് കണ്ടോ, ഞാൻ അവിടെയൊക്കെ നിങ്ങളെ കൊണ്ടോ. എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ റോയൽ ഫാമിലി ഈ പാർക്കൊക്കെ ഇപ്പോൾ പബ്ലിക്കിന് അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് ഭയങ്കര ഒരു അതിശയം തന്നെയായിരുന്നു. അതിൻ്റെ അത് നല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ടൂറിസ്റ്റുകളും എല്ലാം വന്നിട്ടും. പക്ഷെ അത് ശരിക്കും ഹാറ്റ്സ് ഓഫ്, അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് ഈ കാഴ്ച നിങ്ങൾ കണ്ടോ, ആ പ്രാവുകളൊക്കെ എന്ത് ഇതായിട്ടായിരിക്കുന്നത്, കൂളായിട്ടായിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ആൾക്കാരിന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ എനിക്ക് സിംഗപ്പൂർ ആ ഒരു കൈൻഡ് ഓഫ് ഇത് തോന്നി. അടുത്ത ഫോട്ടോഗ്രാഫർ സ്പോട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നടന്നു കേട്ടോ അന്നത്തെ ദിവസം, ഒരുപാട് നടന്നു. അവസാനം ഗൗരിയൊക്കെ ഇങ്ങനെ ഒത്തിരി കാലറീസൊക്കെ ബേൺ ചെയ്ത് എൻ്റെ അടുത്ത് അവസാനം ഇങ്ങനെ എനിക്കിനി ഒരു ഇത്തിരി പോലും നടക്കാൻ വയ്യാന്നുള്ള അവസ്ഥയായി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നതാണ്. കാരണം ലണ്ടനിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് എയർപോർട്ട്സ് ഉണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ പോയത് ദ ഹൗസ് ഹോൾഡ് കാവലറി മ്യൂസിയത്തിലേക്കാണ്. നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്കൊന്നും കയറിയില്ല, കാരണം നമുക്കിന്ന് ജസ്റ്റ് ഒരു ദിവസമേ ഉള്ളൂ. നമുക്ക് മാക്സിമം ലണ്ടനിലെ കുറേ സ്പോട്ട്സൊക്കെ കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ലക്ഷ്യമാക്കിയുള്ള നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ അൺഎക്സ്പെക്റ്റഡ് ട്രിപ്സാണ് എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ. ഒട്ടും പ്രതീക്ഷയല്ലല്ലോ നമ്മളിപ്പോൾ ഈ മാസം ഇങ്ങനെ ഇവർ രണ്ടും കൂടി ഇങ്ങനെ ആണെങ്കിൽ ഇവരുടെ ഫസ്റ്റ് മീറ്റാണ്. ഞാനിവിടെ ലാസ്റ്റ് ഇവരുടെ കല്യാണത്തിനാണ്. നമ്മുടെ കല്യാണത്തിന് പോയി എക്സ്പെൻസീവ് ആണെങ്കിൽ വരണം, അതാണ് സ്നേഹം. പ്രാവ് ഗാർഡനോ? ഈ പാവാടം കൂടെ കഴിക്കട്ടെ. നമ്മളിങ്ങനെ പറയാമെന്ന് ഗൗരിയും ആ പുള്ളിയും പ്ലാൻ ചെയ്ത് സ്കേർട്ട് ഇട്ടുകൊണ്ട് വന്നപ്പോൾ നമുക്ക് തോന്നി. ഇതിവിടുത്തെ ഒരു മെയിൻ ഒരു യൂണിഫോം പോലത്തെ ഒരു ഡ്രസ്സാണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ അവളെ നൈസായിട്ടൊന്ന് ട്രോളുമായിരുന്നു. ആൻഡ് നമ്മുടെ നടത്തം പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട്
അങ്ങനെ നമ്മുടെ നടത്തം ചെന്ന് അവസാനിച്ചത് സിറ്റി ഓഫ് വെസ്റ്റ്മിനിസ്റ്ററിലുള്ള വെസ്റ്റ്മിനിസ്റ്റർ അബ്ബേ എന്നറിയപ്പെടുന്ന ഈ ചർച്ചിലാണ്. അപ്പോൾ ഈ ചർച്ച് വെറും ഒരു ചർച്ചല്ല, ഇതിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഒക്കെ ഉള്ള ഒരു ചർച്ചാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചർച്ചും കൂടാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടാണ് സർ ഐസക് ന്യൂട്ടൻ്റെയും ചാൾസ് ഡാർവിൻ്റെയും എല്ലാം ബെറിയൽ നടന്ന ഒരു ചർച്ചാണിത്. ആൻഡ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന ബെറിയൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെയാണ്, വിച്ച് വാസ് ഓൺ 2018. അപ്പോൾ അതാണ് ഈ പള്ളീൻ്റെ ഒരു റെലവൻസ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയൊന്നുമില്ല, നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരണമായിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാനിൽ ഇതില്ലാഞ്ഞതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നെല്ലാം ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നടന്നു. അപ്പോൾ ഈ ലണ്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിലുണ്ടാവും. നമ്മൾ ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് നമ്മളെത്തും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ യാത്ര ഇതാ കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് അടുത്ത ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ബിഗ് ബെൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബ്രിട്ടീഷിൻ്റെ ഒരു കൾച്ചറൽ ഐക്കൺ തന്നെയാണ് ബിഗ് ബെൻ. ആൻഡ് ഈ ബിഗ് ബെൻ എന്ന് പേര് വരാൻ കാരണം സർ ബെഞ്ചമിൻ ഹാളാണ് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബെൻ എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ കുറച്ച് ഫാക്ട്സ് പറയാം. ഇത് World War II നശിക്കാതെ ഇരുന്ന സർവൈവ് ചെയ്ത ഒരു വിക്ടോറിയൻ എൻജിനീയറിംഗ് ആണ് ബിഗ് ബെൻ എന്ന് പറയുന്നത്. എന്താ അല്ലേ. പിന്നെ ഈ ഒരു ക്ലോക്ക് ടവർ ബിൽഡ് ചെയ്യാനായിട്ട് ഏകദേശം 15 വർഷം എടുത്തു. നിങ്ങൾ എത്ര പേർക്കറിയാം ബിഗ് ബെൻ 2012 റീനെയിം ചെയ്തിരുന്നു എലിസബത്ത് ടവർന്ന്. അപ്പോൾ ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ക്ലോക്ക് ടവർ എന്ന് പറയും, ബിഗ് ബെൻ എന്ന് പറയും, ആൻഡ് എലിസബത്ത് ടവർ എന്നും പറയും. പക്ഷെ നമ്മൾ ബിഗ് ബെൻ എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു പാർലമെൻറ്റ് സ്ക്വയർ ആണിത്. ഇവിടെ തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എല്ലാം കാണാം. മറ്റേ ലണ്ടൻ ഐ കാണാം, ബിഗ് ബെൻ കാണാം, ആൻഡ് വെസ്റ്റ്മിനിസ്റ്റർ അബ്ബേ ഉണ്ട് ബാക്കിൽ. ആൻഡ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങൾ, ഇനി എനിക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് അത്രയും ഒരു കൾച്ചറലി ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് ഗൗരിയുടെ മിടിയുടെ വേറൊരു കളർ വേർഷനാണ്. എപ്പോഴും തോന്നും ആ സിനിമയിലൊക്കെ കാണുന്ന അതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ടവർ ബ്രിഡ്ജും നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജും. പക്ഷേ പേരങ്ങോട്ട് മാച്ചാവാത്ത പോലെ സ്വാപ്പ് ചെയ്യണം പോലെ എനിക്ക് മാത്രമാണ് തോന്നുന്നത്. യെസ്. അപ്പോൾ ഈ കാഴ്ച നമ്മൾ ലണ്ടനിൽ കാണുന്ന ഒരു പ്രത്യേകതരം കാഴ്ചയാണ്. അവർ കള്ള് കുടിച്ചുകൊണ്ട് അവർ ഫാറ്റ് ബേൺ ചെയ്തുകൊണ്ട്. ആൻഡ് ഹിയർ കംസ് അവർ നെക്സ്റ്റ് സ്പോട്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം പോയത് ബോറോ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ അവിടെ തിരക്കൊന്നുമില്ല. ഞങ്ങൾ പോയത് സാറ്റർഡേ ആയിരുന്നു. ആൻഡ് അതാണ് അവിടുത്തെ ഏറ്റവും ബിസിയസ്റ്റ് ഡേ വീക്കിൽ. അപ്പോൾ നമുക്കൊരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. നിങ്ങളിത് പലരുടെ വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും. ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റും സ്ട്രോബെറിയും കൂടെ ഉള്ളൊരു കൈൻഡ് ഓഫ് ഡെസേർട്ട്. നമ്മളത് മേടിച്ചു. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്കറിഞ്ഞൂടാ, ആ സ്ട്രോബെറിൻ്റെ ടേസ്റ്റ് വേറെ ഒരിടത്തൊന്നും കഴിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പൊതുവേ ഷുഗറിൻ്റെ ഫാനല്ല, പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. ബോറോ മാർക്കറ്റ് ലണ്ടനിലെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് മാർക്കറ്റാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് സജീവമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ആൻഡ് ഇത് വന്നിട്ട് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. ആൻഡ് ലണ്ടൻ റെയിൽവേൻ്റെ അടിയിലായിട്ടാണ് ഇവർ ഈ മാർക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡയറി പ്രൊഡക്ട്സ് ആണ്. ഓൾസോ നമ്മളിതാ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ റൈസിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത്
ഫുൾ നമ്മളൊരു സീ ഫുഡ് കൈൻഡ് ഓഫ് പ്ലേറ്ററാണ് നമ്മൾ ചൂസ് ചെയ്തത്. അബി ഓയിസ്റ്ററിൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ എവിടെ പോയാലും ഓയിസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അത് മേടിച്ചു. ഞാനും ഗൗരിയും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തേ, പക്ഷെ നമുക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കുഴപ്പമില്ലാത്ത എക്സ്പ്രഷനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്നത് ടവർ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഉണ്ടായിരുന്നത് ലണ്ടൻ ബ്രിഡ്ജിലാണ് നമ്മൾ നിന്നത് ഇത്രയും നേരം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ടവർ ബ്രിഡ്ജ്. നിങ്ങൾക്ക് ആ എൻഡിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഐക്കോണിക് ടവർ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഏകദേശം 8 വർഷം എടുത്തു. ആൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്തത് 1894 തേംസ് നദിയുടെ മുകളിലായിട്ടാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞ പോലെ ആ മാർക്കറ്റൊക്കെ പറഞ്ഞ പോലെ ഈ സൗത്ത് വാർക്ക് എന്ന് പറയുന്ന സ്ഥലവും പിന്നെ ടവർ ഓഫ് ലണ്ടനും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് ശരിക്കും പണി ചെയ്തത്. ആൻഡ് മേ ബി അതുകൊണ്ടായിരിക്കാം ടവർ ബ്രിഡ്ജ് എന്ന് പേരും വന്നത്. അവിടെ ഒരു വോർഷിപ്പും കൂടെ നമുക്ക് കാണാമായിരുന്നു. ആൻഡ് അതൊന്നുമല്ല നമ്മുടെ ഹൈലൈറ്റ് ഈ ടവർ ബ്രിഡ്ജ് തന്നെയാണ്. ഇതിങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ എത്ര സമയം വേണേലും ഇങ്ങനെ നോക്കിയിരുന്നാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഒരു ഗോത്തിക് സ്റ്റൈൽ ടവേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ടവർ ബ്രിഡ്ജിൻ്റെ 2 ടവേഴ്സും അസിമെട്രിക്കലാണ്. അതായത് ഒന്നിൻ്റെ അളവിലല്ല മറ്റേത് പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് ഓടായിട്ട് തോന്നില്ലേ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ടവർ ഓഫ് ലണ്ടൻ. ഇതൊരു ഹിസ്റ്റോറിക്കൽ കാസിലാണ് വിച്ച് വാസ് ഫൗണ്ടഡ് ബൈ വില്യം ദ കോൺക്കറർ. ആൻഡ് ഇത് നമ്മുടെ ടവർ ബ്രിഡ്ജിന് തൊട്ടടുത്തുള്ള ഒരു കാസിലാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ നേരെ വെതർസ്പൂണിലേക്ക് പോയി. പിറ്റേ ദിവസം ഓണമാണെന്ന് നിങ്ങൾ ഓർക്കണം, സൺഡേ. അപ്പം ഞങ്ങളിനി വീട്ടിലെത്തുമ്പോൾ തന്നെ ലേറ്റ് നൈറ്റ് ആവും. അതിനുശേഷം പിറ്റേ ദിവസത്തേക്ക് അത്രയും സദ്യയൊക്കെ നമ്മൾ ഉണ്ടാക്കി. നമ്മുടെ ഒരു ഓണം വ്ളോഗ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ, നിങ്ങളത് കാണുക. അപ്പോൾ നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു സൈഡിൽ സൺസെറ്റും പിന്നെ എൻ്റെ അഭിച്ചനും ഉറക്കം തൂങ്ങിയിരിക്കുക പാവം. കുറച്ചുകൂടെ രാത്രിയായപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായി. മൂണിങ്ങനെ നല്ല കിടിലനായിട്ട് നിൽപ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ലണ്ടൻ നൈറ്റ് ലൈഫൊക്കെ കുറച്ചൊക്കെ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി എന്നാണ് നമ്മൾ 4 പേരും കൂടി ഇങ്ങനെ ഇനി കൂടുന്നതെന്നോ അല്ലെങ്കിൽ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് കൂടുന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അൺടിൽ ദെൻ എന്താ പറയുക, ഈ ഒരു മെമ്മറി ചെറിഷ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തത്. അപ്പം അത്രയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. കുറേ വെറൈറ്റി ടൈപ്പ് ഫുഡ് കഴിച്ചു, കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി, കുറേ നടന്നു, ടവർ ബ്രിഡ്ജ്, ഒരു 10-16,000 സ്റ്റെപ്സ് എടുത്തു. എന്നിട്ട് ഇപ്പൊ ഫൈനലി നമ്മൾ തിരിച്ചു പോവാൻ പോവാണ്, വിക്ടോറിയയിലേക്ക് തിരിച്ചു പോവാണ്. നാളെ ഓണം, അതെന്താവുന്ന ഒരു ഐഡിയ. സാമ്പാറും വെക്കുന്നത് അതിനുവേണ്ടി ഇവളുടെ റെസ്പോൺസിബിലിറ്റി. നാളെ ഞങ്ങൾ ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കിയ അങ്ങനെ ഒരു വ്ളോഗും കൂടെ നിങ്ങൾ കാണും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തതെല്ലാം ക്ലബ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് കാണിക്കാനുള്ളതുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ ദാറ്റ്സ് ദാറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും കേൾക്കത്തില്ല. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ.